ഇതാണ് കണ്ണാടിക്കൽ. 31-ാം തീയതി വരെ അവിടെ ഉത്സവമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ നടക്കുന്ന ചന്തയാണ് പ്രശസ്തമായത്. ചന്തയും ഉത്സവത്തെക്കാൾ പ്രധാനമല്ല ചന്ത. എന്നിരുന്നാലും എല്ലാ ഐറ്റം സാധനങ്ങളും കിട്ടുന്ന ഒരു ചന്ത തന്നെയാണ് അവിടെ. പൂക്കളും ബലൂണും കളിപ്പാട്ടങ്ങളും വളകളും മാലകളും അങ്ങനെ വേണ്ട സകല സാധനങ്ങളും കിട്ടുന്ന സ്ഥലം തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് അവിടെ അങ്ങനെ നടന്നെല്ലാം കണ്ടു. ഞങ്ങളും വാങ്ങി. എന്നിട്ട് മുളക് വിത്തൊക്കെ വാങ്ങി കേട്ടോ. ഞങ്ങൾക്ക് മുളക് നടന്നൊരു ഊതി തോന്നി, കാന്താരി. അങ്ങനെ ഞങ്ങൾ കാന്താരിയും വാങ്ങി, വേറൊരു മുളകിന്റെ വിത്ത് കൂടി. അവർ ഇറങ്ങിയിട്ട് അങ്ങനെ കുറച്ച് നടന്നു. അപ്പൊ ആളുകളൊക്കെ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അന്നിങ്ങായി പല സ്ഥലങ്ങളിൽ നിന്നു. JCB പുതിയതൊരെണ്ണം വാങ്ങി. ഇനി അത് പണിക്കിറക്കണം. അങ്ങനെ ഓരോ കടകളിലും ഞങ്ങൾ മാറി മാറി കയറി. എല്ലാ കളിപ്പാട്ടങ്ങളും, ലേഡീസിന് വേണ്ട ക്ലിപ്പുകള്, മാലകള്, അങ്ങനെ വേണ്ട സകല സാധനങ്ങളും കണ്ടപ്പോ നമ്മളെ കൂടെ ഉള്ള കോന്തി അതിലേക്ക് വലിഞ്ഞു കയറി. കൂടെ ഞാനും. അടുത്ത ഐസ്ക്രീമും മറ്റ് മുളക് ബജിയും എല്ലാം കാണുന്നുണ്ട്. ഞങ്ങൾ തൽക്കാലം അത് അപ്പം നോക്കിയിട്ടില്ല. അങ്ങനെയാണ് നോക്കുമ്പോഴാണ് ഗജകേസരന്മാരും കൃഷ്ണന്മാരും അതുപോലെയുള്ള ഗണപതി, അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ റോഡ് സൈഡിൽ നിരന്നിരിക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ അതേ കാണുന്ന വാച്ചുകള്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഒരുപാട് കണ്ണട കാര്യങ്ങൾ. ഇതെല്ലാവർക്കും അറിയാവുന്ന ഭരണിക്കുപ്പി എന്ന് പറയുന്ന സാധനം. ഇതിലൊക്കെ അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പാത്രങ്ങളിലാണ് അച്ചാറിട്ടുന്നത്. അതുപോലെ കണ്ണിമാങ്ങ ഉപ്പിലിടുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ. അങ്ങനെ പഞ്ചലോഹ മോതിരങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുപാട് കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു. അപ്പോഴാണ് കുറച്ച് ആളുകളൊക്കെ ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ നടന്നു. ഞങ്ങൾക്ക് അറിയില്ല എവിടെയാണ് അമ്പലം, ഏതാണ് ചന്ത എന്ന് അറിയാതെ ഞങ്ങൾ അങ്ങനെ തെണ്ടി നടക്കുക. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ചന്ത എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ചന്ത എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ നിരന്നു നിൽക്കുന്ന ചന്തയാണ് കേട്ടോ. റോഡ് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ നിരന്നു നിൽക്കുന്നതാണ്. അപ്പൊ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ചോളം പുഴുങ്ങി മസാല ഇട്ട് കൊടുക്കുന്ന ഒരു ടീമുണ്ട്, ഉപ്പിലിട്ട് വെച്ചതുണ്ട്. അങ്ങനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ ഈ അമ്പലം എവിടെയാണെന്ന് അറിയാതെ ഞങ്ങൾ അങ്ങനെ നടന്നു. അപ്പൊ ഞങ്ങൾ ചന്തയാണ് ഈ കാണുന്നതെന്ന് വിചാരിച്ച് നടന്ന് അവസാന അമ്പലത്തിന്റെ അടുത്തെത്തി. കത്തി കൂടാതെ മുതലായ പാത്രങ്ങളും ഇരുമ്പിന്റെ പാത്രങ്ങളൊക്കെ അവിടെ കേട്ടോ. പക്ഷെ ഇരുമ്പിന്റെ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒറിജിനലിന് വന്ന് വെല്ലുന്ന പൂക്കളും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ഒരു പാവം ആ പൂക്കൾ കച്ചവടം ചെയ്യുന്ന ഒരാൾ ആ മതിലിനോട് ചാരിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലുള്ള കുങ്കുമം പോലുള്ള പല കളറിലുള്ള ഈ സാധനം ഞാൻ കണ്ടത് പഴനിയിൽ മാത്രമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു. അപ്പോഴും ഞങ്ങൾക്കറിയില്ല അമ്പലം എവിടെയാണെന്നും എവിടെയാണ് പരിപാടി നടക്കുന്നതെന്നും. അതൊക്കെ കണ്ട് അങ്ങനെ നടക്കുമ്പോൾ വീണ്ടും ചോളം പല ഐറ്റംസ് ഭക്ഷണ സാധനങ്ങളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കാണുന്നത്. മറ്റുള്ള ചന്തകൾ എന്ന് പറയുമ്പോൾ, മറ്റുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അതും ഉണ്ട്. പക്ഷെ ഭക്ഷണ സാധനങ്ങളാണോ എല്ലായിടത്തും മുൻപന്തിയിൽ നിൽക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം. അങ്ങനെ നടക്കുന്നതിന് എനിക്ക് കുറച്ച് കടല വാങ്ങിയിട്ട് അങ്ങനെ കുറച്ചുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് അതും വാങ്ങി അങ്ങനെ കുറച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയായിരുന്നു കേട്ടോ. എന്തായാലും ചുറ്റുപാടും ആളുകൾ കൂടാൻ തുടങ്ങി, എല്ലാ ജനങ്ങളും വരാൻ തുടങ്ങി, ചന്തകൾ ഉണരാൻ തുടങ്ങി, ഉത്സവം പൊടി പിടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ഇതേ അമ്പലത്തിനോട് അടുത്തേക്ക് എത്തി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ആ ഗ്രൗണ്ടിൽ വലിയൊരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഗാനമേള ഒക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഗാനമേള ഉണ്ട്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് 31-ാം തീയതിയാണ് അതിഗംഭീരമായ പരിപാടികൾ നടക്കുന്നത്. വെടിക്കെട്ടും ഗാനമേളയും അങ്ങനെ വേണ്ട സകല പരിപാടികളും 31-ാം തീയതിയാണ്. അപ്പൊ എല്ലാവരും പോകാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയിട്ട് കാണുക കേട്ടോ. ഇതാണ് അമ്പലം. ഇതാണ് അമ്പലം കാണുന്നത്. ഞങ്ങൾ അതുവരെ പോയിട്ടുള്ളൂ കേട്ടോ. അമ്പലത്തിന്റെ അകത്തേക്ക് ഞങ്ങൾ കയറിയില്ല. അപ്പൊ അവിടെ കുറച്ച് പുറത്ത് ഒരു സ്മാരകമുണ്ട്. അവിടെ നല്ല ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വേണോ വേണ്ടേ എന്ന് വിചാരിച്ച് ഒന്ന് അങ്ങോട്ടും കയറി. അവിടെ കയറിയിട്ട് ഞങ്ങൾ അവിടെ കൊടുക്കുന്ന ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ചുറ്റുപാട് നോക്കിയപ്പോൾ എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ട്. കുറച്ച് ഞങ്ങൾ റോഡിന്റെ സൈഡിൽ അങ്ങനെ ചവിട്ടി നിന്ന് വേണോ വേണ്ടേ എന്ന് കരുതി. അപ്പൊ എല്ലാവരും കയറി കുടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു ആവേശം, ഞങ്ങളും അങ്ങോട്ട് കയറി ഞങ്ങളും കുടിച്ചു. എന്തായാലും ചുക്ക് കാപ്പിക്കും ബിസ്ക്കറ്റിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ആസ്വദിച്ച് അങ്ങനെ കുടിക്കുന്നുണ്ട്. പിന്നെ ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് ഞങ്ങൾ റോട്ടിലേക്ക് വീണ്ടും ഇറങ്ങി. അമ്പലത്തിന്റെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ നേരെ മുന്നോട്ട് നടന്നിട്ട് ആ ഗ്രൗണ്ടിന്റെ അടുത്തെത്തി. ഗാനമേള നടക്കുന്ന സ്റ്റേജാണ് ആ കാണുന്നത്. അത് നല്ല വലിയ സ്റ്റേജ് തന്നെയാണ് കേട്ടോ. അവിടെ ആരൊക്കെയോ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പാട്ട് പാടുന്നു. കുറച്ച് പയ്യന്മാരൊക്കെ പാട്ട് പാടുന്നുണ്ട്. അവരാണെങ്കിലും നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. എല്ലാ ചന്തയും ഉണർന്നു. അപ്പോൾ കച്ചവടങ്ങളൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയമായപ്പോഴേക്കും.
ഏകദേശം സന്ധ്യയോടടുത്ത് ലൈറ്റ് എല്ലാം തെളിഞ്ഞു തുടങ്ങി, അത്തറിന്റെ കുപ്പികളെല്ലാം മിന്നി തിളങ്ങുന്നു. അങ്ങനെ ഡ്രസ്സുകള്, മറ്റുള്ള കാര്യങ്ങൾ, എല്ലാം സാധനവും കിട്ടുന്ന ഒരു ഹാളിലേക്ക് ഞങ്ങൾ കയറി. അവിടെ ഒരുപാട് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു ചെറിയ ദാഹം തോന്നി. അപ്പം ഞങ്ങൾ ആ ഇളനീർ ജ്യൂസ് കുടിക്കാൻ കയറി. അത് അവിടെ അവക്കാടോ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു അവക്കാടയും ഒരു ഇളനീർ ജ്യൂസ് വാങ്ങി കഴിച്ച് വീണ്ടും മുന്നോട്ട് അങ്ങനെ നടന്നു. അങ്ങനെ തേരാപ്പാറ നടക്കുകയായിരുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ തേരാപ്പാറ നടന്ന് പിന്നെ ഇങ്ങനെ എവിടെ എന്തൊക്കെയാണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങളൊരാൾ പറ്റിച്ച് ചെയ്തിട്ടോ. കൈ നോക്കാൻ വിളിച്ച അയാൾ നല്ല സുന്ദരമായ വാക്കുകളിൽ ഞങ്ങൾ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഞങ്ങൾ കൈ നോക്കി ഞങ്ങൾ 300 രൂപയും പറ്റിച്ചു. എന്തായാലും പോയതൊന്നും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ മുന്നോട്ട് വീണ്ടും നടന്നു. അങ്ങനെ അങ്ങാടികളെല്ലാം വെളിച്ചം ആയി, ആളായി, വാളായി, ഭയങ്കര തിരക്കായി, ബഹളമായി. അങ്ങനെ പൊടി പിടിക്കാൻ തുടങ്ങി. ആളുകൾ കൂടുന്തോറും കച്ചവട സ്ഥലങ്ങളെല്ലാം പൊടി പിടിച്ച കച്ചവടങ്ങളായി, തിരക്കുകളായി. റോട്ടിലൊക്കെ ആളുകൾ നിറഞ്ഞു, നടക്കാനിടമില്ലാതെയായി. അങ്ങനെയാണ് എല്ലാ സർക്കസ് കൂടാരങ്ങളും ഉണർന്നു. അങ്ങനെ ഞങ്ങളതാ ഈ ഊഞ്ഞാലും കാര്യങ്ങളെല്ലാം ഉള്ള ഭാഗത്തേക്ക് പോയി. അപ്പൊ അതിലിരുന്നിട്ട് എല്ലാവരും മാർക്കുവിളിയും കുൽക്കുവിളിയും, അമ്മേനെ വിളിക്കുന്ന, അച്ഛനെ വിളിക്കുന്ന, ഉമ്മാനെ വിളിക്കുന്ന, എല്ലാവരും വിളിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ എല്ലാം കണ്ടിട്ടും ഞങ്ങളങ്ങനെ ഒരു ഐസ്ക്രീമിന്റെ ഓരം പിടിച്ച് അവിടെ നിന്നിട്ട് മറ്റുള്ളവരെല്ലാവരും എന്തൊക്കെ ചെയ്യുന്നു, എന്താണ് ഞങ്ങളുടെ ചുറ്റുപാട് എന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ നിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നടന്നു കഴിഞ്ഞാൽ വണ്ടി വന്ന് ദേഹത്ത് കയറും, അത് ഉറപ്പാണ്. കാരണം അത്രയും ജനങ്ങളുണ്ട്. വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ നല്ല പാട് തന്നെയായിരുന്നു. എല്ലാവർക്കും കൺകുളിർത്ത് കാണാനുള്ള സർക്കസ് കൂടാരങ്ങളും മരണക്കിണറും ആടുന്ന ഊഞ്ഞാലും അങ്ങനെ പലതും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും കയറണമെന്നെങ്കിൽ കുറച്ച് ധൈര്യവും വേണം. ഇല്ലെങ്കിൽ അതിൽ കയറിയതിനു ശേഷം നമ്മൾ ദൈവങ്ങളെ മൊത്തം വിളിച്ചു ഏത് സമയത്താണോ ഇതിൽ കയറാൻ തോന്നിയത് എന്നൊക്കെ തോന്നിപ്പോകും. അത്രയ്ക്കും ഡേഞ്ചറായ സംഭവങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് എത്തി. ഒരു സ്ഥലത്തൊന്നല്ല കേട്ടോ, സർക്കസ് കൂടാരം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തൊന്നല്ല, 2-3 സ്ഥലത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്ന് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ വെറുതെ നടന്നു നോക്കാന്ന് പറഞ്ഞ് നടന്നപ്പോഴാണ് അടുത്ത സ്ഥലത്തും കാണുന്നത്. അങ്ങനെ അത് അവിടെ ഒരു ആട്ടം തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ പലവിധ സംഗതികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ ഇതൊക്കെ നോക്കിക്കണ്ടു നടക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയുള്ള സാധനത്തിലൊന്നും കയറിയിട്ടില്ല. എനിക്ക് കയറാൻ പേടിച്ച് ഒച്ചൊരു ജീവനപ്പേടി ഉണ്ടായിരുന്നു. ഞാൻ കയറുന്നില്ല. വെറുതെ കയറിയതിനു ശേഷം വീട്ടുകാരെ വിളിച്ചിട്ടോ ദൈവത്തിനെ വിളിച്ചിട്ടോ കാര്യമല്ലോ, പൈസ കൊടുത്ത് കടിക്കണം. അതിനെ വാങ്ങുന്ന പോലെ നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ പോരെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ വേറെ പിടിച്ച് അവിടെ നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള വണ്ടികൾ അതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയൊരു മുതിർന്നവരെല്ലാവരും കുറെ ആളുകൾ പുറത്തു നിൽക്കുന്ന കുട്ടികളെ കയറ്റിയിട്ട് അതെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാർന്ന വേടന്മാൻ പോലെ കുറെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഇതൊക്കെ ഏതിൽ വരുന്നു, ഏതിൽ പോകുന്നു?